ഇപ്പം നിർമ്മിത ബുദ്ധി വേണ്ടതാണ്. ഇപ്പം പണ്ടും ഇപ്പം എപ്പോഴും ഇടതുപക്ഷക്കാരെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്, ഇവർ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ്, ട്രാക്ടറിനെതിരെ സമരം ചെയ്തവരാണ്. ഞാനത് ഏത് സമയത്തും ട്രാക്ടറിനെതിരെ സമരം ചെയ്തതാണ് എന്ന് ഓൺ ചെയ്യുന്ന ഒരാളാണ്. കമ്പ്യൂട്ടറിനെതിരെയും അന്ന് സമരം ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വരുന്നതിനെതിരെ അല്ല, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ രീതിയെ പറ്റിയാണ്. ട്രാക്ടറിനെതിരെ സമരം ചെയ്തെന്ന് പറയുന്നത് 3000 തൊഴിലാളികളും 4000 തൊഴിലാളികളും കൊയ്യാനും കിളയ്ക്കാനും വയലിൽ കൃഷി ചെയ്യാനും പാടത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് മുഴുവനും ജോലി കൊടുക്കാതിരിക്കുന്ന സമയത്ത് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്ന സമരമാണ്. എൻ്റെ കൊച്ചിൽ എനിക്കറിയാം, ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വലിയ കനാൽ പണി നടക്കുന്ന സമയത്ത് 10,000-3000 പേര് പണിക്ക് വരും. അപ്പോൾ അങ്ങനെ പണിക്ക് തൊഴിലാളി, നാട്ടിലെ സാധാരണ തൊഴിലാളി വരുമ്പോൾ അവർക്ക് ജോലി കിട്ടാതിരിക്കുന്ന ഒരു സ്ഥലത്ത് മുഴുവൻ മെക്കനൈസേഷന് വേണ്ടിയിട്ട് എതിരായിട്ട് ചിലപ്പോൾ സമരം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഈ സിസ്റ്റത്തെ അംഗീകരിക്കാതല്ല. കമ്പ്യൂട്ടർ വരുമ്പം ആളുകളെ മാറ്റിക്കൊണ്ട് ജോലി ഇല്ലാതെ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാലുള്ള അപകടത്തെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല. ആ കമ്പ്യൂട്ടർ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ SFI പ്രവർത്തകരായിരുന്നപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ഓഫീസിൽ മേടിക്കുന്ന SFIയുടെ സംസ്ഥാന അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിലാണ്. അത് പഴയ പെട്ടി പോലുള്ള പഴയ കമ്പ്യൂട്ടർ. ഞാൻ പിന്നീട് അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് അത് ഇങ്ങനൊരു പുരാവസ്തു പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. അന്ന് തന്നെ ഇത്രയും അഡ്വാൻസ്ഡ് അല്ല ഓരോ സമയത്തും. അപ്പം ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ജീവിതം കൂടെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ടെക്നോളജി ആയിട്ടുള്ള കാഴ്ചപ്പാട്.